ഈ സതീശൻ വലിയൊരു ചാണക്യനാണ് കേട്ടോ. എന്താ വെച്ചാൽ ഉം, ഈ ഉം. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ദീപിക പത്രത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അത് വായിച്ച് ഞാൻ പോലും നടുക്കിപ്പോയി. ഈ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വായിച്ചത്. പുള്ളി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നിന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാവും, ഇന്നിന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ പിന്നോട്ട് പോകും എന്ന്. 4 കോർപ്പറേഷൻ്റെ പേര് സതീശനെ എടുത്തു പറയുന്നുണ്ട്. കൊല്ലം, എറണാകുളം, കൊച്ചി, തൃശ്ശൂർ, കണ്ണൂർ. കണ്ണൂർ ഞങ്ങൾ നിലനിർത്തും, മറ്റു 3 ഞങ്ങൾ ജയിക്കും. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഞങ്ങൾ നില മെച്ചപ്പെടുത്തും. കറക്റ്റല്ലേ? അതെ. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. ഉം. അപ്പോൾ അത് മാത്രമല്ല, ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ ജയിക്കും, ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികൾക്കും ഞങ്ങൾക്കായിരിക്കും മേൽക്കൈ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റിയ ആളാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇത് പാർട്ടി സംഘടനാ സംവിധാനം ദുർബലമായി കഴിഞ്ഞാൽ KPCCക്ക് തന്നെ 58 ജനറൽ സെക്രട്ടറിമാരുണ്ടെങ്കിൽ തന്നെ സംഗതി ചോറായില്ലേ. ഇതുപോലത്തെ പരാധീനതയുണ്ട്. കാരണം മറുവശത്ത് BJPക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കിട്ടിയ വോട്ട് അതേ രീതിയിൽ അതേ വോട്ടർമാരിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിക്കൊള്ളുന്നില്ല. ഉം, ഉം. ഇത് കുറേ LDFിൽ നിന്ന് വന്ന വോട്ടാണ്. കോൺഗ്രസിനും കുറേ വന്ന വോട്ടുണ്ട്, BJPക്കും വന്ന വോട്ടുണ്ട്. ഈ വന്ന വോട്ടുകൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയാൽ സംഗതി കളി മാറി. പിന്നെ LDFിൻ്റെ പ്രചരണ സംവിധാനം ശക്തിപ്പെട്ടതാണ്. ക്യാപ്സൂൾ നിർമ്മാണത്തിന് അവർക്ക് പ്രത്യേകമായ കഴിവുണ്ട്. ഉം. ന്യായീകരണ തൊഴിലാളികൾക്ക് യാതൊരു ക്ഷാമവുമില്ല. കുറച്ചുകൂടി പ്രസൻറ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരാൻ പറ്റും. SFI നിന്ന് DYFI എന്നൊക്കെ ചെറുപ്പക്കാരെ ഇറക്കാൻ പറ്റും. പിന്നെ പണമുണ്ട്. പണം വലിയ ഫാക്ടറാണ്. ഓക്കെ. CPMനും BJPക്കും പണമുണ്ട്. കോൺഗ്രസിന് അതിനനുസരിച്ച് പണമില്ല, കേന്ദ്രത്തിൽ ഭരണമില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല. LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളയാൻ കയ്യിൽ നിന്ന് പോകാനൊന്നുമില്ല. ഉം. പിടിച്ചെടുക്കാൻ ഒരുപാടുണ്ട് താനും. അതെ. മനസ്സിലായില്ല. അങ്ങനെ LDFിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റുകയില്ല. പക്ഷേ ഇനി 4 മാസം മുമ്പിലും അത് വലിയ ഒരു പ്രശ്നമാണ്. LDFിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കിട്ടിയ വോട്ടോ പോയ വോട്ടോ അല്ല, മാനസികമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് ഇത് വലിയൊരു സെറ്റ് ബാക്കാണ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ BJPക്ക് ഉം. തന്ത്രപരമായ ഒരു വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം കേരളത്തിൽ വീണ്ടും കോൺഗ്രസ് വരുന്നു എന്നുള്ളത്. LDFിന് മനഃശാസ്ത്രപരമായ വലിയ തിരിച്ചടിയാണ് പറ്റിയിട്ടുള്ളത്. അതിനെ മറികടക്കുക ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ. ഈ ഒരു കാര്യം കൂടി, അതായത് കോൺഗ്രസിന് പരിഹരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തമ്മിലടിയായിരിക്കുമല്ലോ. ഈ ചാണക്യൻ എന്ന് അങ്ങ് തന്നെ വിശേഷിപ്പിക്കുന്ന VD സതീശന് ഒരു സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തോട് നയിക്കാൻ ആവശ്യപ്പെട്ട് ഒപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുകയല്ലേ അവർ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ പൊന്ന് ലിയോ, ഈ കോൺഗ്രസ് പാർട്ടി അന്നേ നന്നായി പോകുന്നത്. നിങ്ങൾ അത്ര വലിയ ആഗ്രഹവും ദുരാഗ്രഹവും പാടില്ല. മനുഷ്യർക്ക് ആഗ്രഹമാകാം, അത്യാഗ്രഹവും ആകാം. ഇപ്പോൾ UDF ജയിക്കണം എന്ന് ലിയോക്ക് ആഗ്രഹിക്കാം, എനിക്കും ആഗ്രഹിക്കാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ആഗ്രഹിക്കാം. അത് ന്യായമായ ആഗ്രഹമാണ്. UDFിന് ശക്തമായ ഒരുപാട് സീറ്റുകൾ കിട്ടണം, 3-2 ഭൂരിപക്ഷം കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. UDF ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒരു 100 സീറ്റ് അല്ലെങ്കിൽ 95 സീറ്റൊക്കെ നേടി നല്ലൊരു ഭരണം കാഴ്ചവെക്കാം. അത് അത്യാഗ്രഹത്തിൻ്റെ കേഡറിൽപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ കോൺഗ്രസ്സുകാരെല്ലാവരും അധികാര ദുർമോഹം ഉപേക്ഷിച്ച് ഒറ്റക്കെട്ടായിട്ട് സതീശൻ്റെ കീഴിലോ ചെന്നിത്തലയുടെ കീഴിലോ ഈവൻ വേണുഗോപാലിൻ്റെ കീഴിലോ അണിനിരന്ന് ഈ മണിയാശേൻ്റെ പ്രശ്നം പറഞ്ഞ് ഒലത്തിക്കളയാം എന്ന് വിചാരിച്ചാൽ അത് അത്യാഗ്രഹമൊന്നും അല്ലട്ടോ ലിയോ, അത് ദുരാഗ്രഹമാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പാടില്ല. മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് ചില പരിധികളൊക്കെ വേണം. അത്യാഗ്രഹമോ ആത്യാഗ്രഹമായ പോലും ദുരാഗ്രഹമാകാൻ പാടില്ല.